നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ന്യൂസ് മലയാളം ക്രോസ് ഫെയറിന്റെ അടുത്തൊരു അധ്യായത്തിലേക്ക്. ഇന്ന് എനിക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. നേമത്തെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയാണ്. സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. നമസ്കാരം. സംസ്ഥാനത്ത് ബിജെപിയുടെ പ്രതീക്ഷ എത്രത്തോളമാണ്? അല്ല, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ മാറ്റം. അവർക്ക് CPM-ഉം കോൺഗ്രസിൻ്റെ 70 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയം അത് കണ്ട് കേട്ട് സഹിച്ച് മതിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം ഈ ഇലക്ഷൻ വരും. അത് നല്ലൊരു മാറ്റമാവും. ഒരു ക്ലിയർ മെസ്സേജ് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടും. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വിവാദ രാഷ്ട്രീയമല്ല വേണ്ടത്, പ്രീണന രാഷ്ട്രീയമല്ല വേണ്ടത്, അഴിമതിയല്ല വേണ്ടത്, ശബരിമല കൊള്ളയല്ല ആവശ്യം. ഞങ്ങളുടെ കുട്ടികൾക്കൊരു നല്ല ഭാവി, ഞങ്ങൾക്കൊരു നല്ല ഭാവി, നാടിന് നല്ല ഭാവി. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു നിർബന്ധം ജനങ്ങൾ ആ മെസ്സേജ് കൊടുക്കുന്നതാണ് ഈ ഇലക്ഷൻ വഴി. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ അഭിപ്രായവും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരും. അത് ആ മാറ്റത്തിൽ ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് 140 സീറ്റ് കിട്ടിയാൽ നല്ലത് എന്ന് ഞങ്ങൾ പറയും. പക്ഷേ എല്ലാ സീറ്റിലും ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാനാണ്. ഈ മലപ്പുറത്തൊരു 5-10 സീറ്റ് വിട്ട് ബാക്കി എല്ലാ സീറ്റിലും നല്ലൊരു കമ്പാരിറ്റീവ് കോൺടെസ്റ്റാണ് നടക്കുന്നത്. അതാണ് പറയാനുള്ളത്. നിയമത്തിലേക്ക് വന്നാൽ, നേമത്ത് ഇപ്പം നമുക്കറിയാവുന്ന പോലെ നേമത്ത് നേരത്തെ തന്നെ BJPയുടെ വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നന്നായി കണ്ടു. ഇപ്പോൾ 17 വാർഡുകൾ BJPക്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPയുടെ പ്രതീക്ഷ, അങ്ങയുടെ പ്രതീക്ഷ, കാരണം മറ്റ് സ്ഥാനാർത്ഥികളും അങ്ങയെ തന്നെയാണ് മുഖ്യ എതിരാളികളായി കാണുന്നത്. അല്ല, എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെ ജയിപ്പിക്കും. പൂട്ടും താക്കോല് നിലവിലുള്ള നിലവിൻ്റെ MLA കയ്യിലാണെന്ന് പറഞ്ഞു നടക്കുന്ന സ്ഥിതി ജനങ്ങൾ പറയും വേണ്ട, പൂട്ടും താക്കോലും ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ തീരുമാനിക്കും ആരാണ് MLA, നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ നോക്കൂ, ഞാനിപ്പോൾ നേമത്ത് എല്ലാ സ്ഥലത്തും പോയി ഇപ്പോൾ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോൾ എനിക്കെന്നെ സങ്കടം. കാരണം ഞാൻ 20 കൊല്ലമായിട്ട് രാഷ്ട്രീയക്കാരനാണ്, 3 തവണ MP ആയ വ്യക്തിയാണ്. പക്ഷേ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനൊരു നേമം നിവാസി ആയിരുന്നെങ്കിൽ 10-20 കൊല്ലമായിട്ട് സഹിക്കുന്ന സ്ഥിതിയാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം മതിയായി. അപ്പോൾ ആ മതിയായി ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, എനിക്കൊരു അവസരം തന്നാൽ ഇതിനെല്ലാം ശരിയാക്കി തരാൻ എനിക്ക് കഴിവും താല്പര്യവും എനർജിയും ആ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രതീക്ഷ ഉണ്ട്, ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം എന്നെക്കുറിച്ചല്ല, എൻ്റെ കഴിവിനെ കുറിച്ചല്ല, ജനങ്ങളുടെ ആവശ്യം. അവർ ഈ ഇലക്ഷൻ വഴി കൃത്യമായ ഒരു മെസ്സേജ് കൊടുക്കും എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഈ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി നേമത്തെ V. ശിവൻകുട്ടി മിനിസ്റ്റർ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ സജീവ ചർച്ചയിൽ നിൽക്കുന്ന ഒരെണ്ണം SDPയുടെ പിന്തുണയാണല്ലോ. അപ്പോൾ പിന്തുണ 2 മുന്നണികളും, ഇപ്പം ഒരു മുന്നണി പരസ്യമായി പറഞ്ഞിട്ടില്ല, മറ്റൊരു മുന്നണിയുടെ നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികൾക്കെല്ലാം വോട്ട് വേണം. V. ശിവൻകുട്ടിയും അത് നിഷേധിക്കുന്നില്ല. SDPയുടെ വോട്ട് വരുന്നെങ്കിൽ വന്നോട്ടെ, അവരുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ BJP പലയിടത്തും പണം ഒഴുക്കുന്നുണ്ട് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്, നേമത്ത് പലയിടത്തും ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ SDPI അല്ല, അതേപോലുള്ള മറ്റ് പല ചെറു മുന്നണികളും BJPക്കെതിരെ വോട്ട് ചെയ്യാൻ അവിടെ നീക്കം നടത്തുന്നുണ്ട്. അവരെല്ലാം മറ്റു മുന്നണികളിലേക്ക് വോട്ട് ചെയ്യുന്നു. ഇദ്ദേഹം 10-15 കൊല്ലമായിട്ട് ഇവിടെ നിയമം ജനങ്ങൾ തലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. 10 കൊല്ലമായിട്ട് MLA ആയിരുന്നു, അതിനു മുമ്പ് മേയറായിരുന്നു. പക്ഷേ അല്ല, നമ്മൾക്കെല്ലാം സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, എല്ലാവരും വലിയൊരു സഖാവാവേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നടന്നാൽ മനസ്സിലാക്കുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എത്രയോ കൊല്ലമായി എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഇന്നും കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സൂപ്പർമാൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് പേടി? എന്തിനാണ് SDPൻ്റെ കാലം പിടിക്കുന്നത്? പിന്നെ എന്തിനാണ് ഒരു ഡമ്മി കാൻഡിഡേറ്റ്, രാജീവിൻ്റെ പേരിൽ ഡമ്മി കാൻഡിഡേറ്റ് വെക്കുന്നത്? എന്തിനാണ് ലേബർ മിനിസ്റ്ററിനെ എല്ലാവരും ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റി വെക്കുന്നത്? നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പോയി പറയാം. ശശി തരൂർ എൻ്റെ എതിരെ എന്താ പറഞ്ഞത്? സമുദായ നേതാക്കന്മാർക്ക് കോൺഗ്രസിൻ്റെ ശശി ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്, 48 മണിക്കൂറിൽ അത് മാറ്റിയല്ലോ. എന്നിട്ട് ഒരു ഡെഫമേഷൻ കേസ് ഉണ്ടല്ലോ. ഞാൻ ശിവൻകുട്ടിയോട് ഞാനിപ്പോൾ ഒരു വെല്ലുവിളി, അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറയൂ, പബ്ലിക്ലി പറയൂ, നമുക്ക് കോർട്ടിൽ കാണാം.
ഇതെല്ലാം വെറുതെ ഞാനൊരു വ്യവസായിയാണ്, എൻ്റെ മലയാളം ശരിയല്ല, എനിക്ക് മുണ്ടുകൊടുക്കാൻ അറിയില്ല, എനിക്ക് ചോറും സാമ്പാർ കഴിക്കാൻ അറിയില്ല, ഇതാണോ വിഷു? എലക്ഷൻ്റെ മുമ്പ് വിഷയങ്ങൾ എന്താണെന്ന് നിങ്ങൾ 10 കൊല്ലായിരം MLA ആണ്, നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ലേ ജനങ്ങൾ ചോദിക്കുന്നത്, അത് പറയുമോ? രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്യുന്നു, രാജീവ് ചന്ദ്രശേഖർ എവിടെ പോകുന്നു, അതല്ലല്ലോ ഇഷ്യൂ. പിന്നെ അങ്ങനെ ഇതിനെക്കുറിച്ച് തെളിവുണ്ടെങ്കിൽ പോയി പോലീസിനോട് പറയാ. പോലീസ് ആരെ കീഴാ? ആരാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി? മുഖ്യമന്ത്രി അല്ലേ? എന്തെങ്കിലും അങ്ങനെ ചെയ്യൂ. ഇത് പണ്ട് കാലത്തെല്ലാം ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങളിപ്പോൾ പറഞ്ഞത് ഈ 2 പാർട്ടിയിൽ ഒരു വ്യത്യാസമില്ല. CPM ഉം കോൺഗ്രസും പണ്ട് കാലത്ത് 2 പാർട്ടിയായിരുന്നു, ഇപ്പോൾ 2 അല്ല 1. ഏത് ഇഷ്യൂ നോക്കിയാലും അവരുടെ പ്രചരണ ശൈലി, അവരുടെ രാഷ്ട്രീയം, അവരുടെ അഴിമതി, ശബരിമല കൊള്ള, അതിലെല്ലാം ഒരുമിച്ച് ഒരേ വ്യൂ പോയിന്റ് എടുത്ത് നടക്കുന്ന. കോൺഗ്രസ് പറയുന്നത് അങ്ങനെയല്ല, CPM ഉം BJP തമ്മിൽ ഡീലാണെന്നാണ് എല്ലാ മണ്ഡലങ്ങളിലും. അല്ല, അതൊന്നും പരിശോധിക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ ശിവൻകുട്ടീനെ പരിശോധിച്ചല്ലോ. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിൽ ആരാണ് ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ? ഞങ്ങളാണോ? CPM ഉം കോൺഗ്രസ് അല്ലേ? തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ഒരുമിച്ച് ആരാണ്? CPM ഉം കോൺഗ്രസ് അല്ലേ? പിന്നെ ആരെയാണ് വെട്ടിയാക്കുന്നത്? ഈ 2 ഞാൻ ഇന്ന് പറഞ്ഞ എൻ്റെ പ്രഡിക്ഷനാണ്, എഴുതി വെച്ചോളൂ. ഇതായിരിക്കും അവസാനത്തെ ഇലക്ഷൻ. 3 മുന്നണി മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷനാണ് 2026. ഇത് കഴിഞ്ഞ് അടുത്ത ഏത് ഇലക്ഷനാണെങ്കിലും ലോക്സഭ, ലോക്കൽ ബോഡി, അസംബ്ലി, ഇത് 2 മുന്നണിമാർ മാത്രമേ ഇവിടെ മത്സരിക്കുള്ളൂ. ഒന്ന് NDA, മറുവശത്ത് CPM ഉം കോൺഗ്രസിൻ്റെ ഇന്ത്യ അലയൻസ് ഒരുമിച്ച് മത്സരിക്കും ഇവിടെ. ഈ നാടകം 26 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ നാടകം പൊളിക്കും, കഴിയും. ആ കളി അങ്ങ് തീർക്കും. ഇനി NDA വേഴ്സസ് ഇന്ത്യ അലയൻസ് ഒഫീഷ്യലി. ഇനിയിപ്പോൾ അൺഒഫീഷ്യൽ നാടകം ഒന്നും ആവശ്യമില്ല. അതായിരിക്കും ഇനി വരാൻ പോകുന്ന 26 കഴിഞ്ഞിട്ട് സ്ഥിതി. ഇവിടുത്തെ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പിൽ അതായിരിക്കും വലിയൊരു മാറ്റം. ഓക്കെ, ഇപ്പം അങ്ങയുടെ പ്രഡിക്ഷൻ പറഞ്ഞു. ഇപ്പം ഈ ഡീൽ ആരോപണത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം, അതായത് നമ്മുടെ കോൺഗ്രസ് UDF പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നപ്പം BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്, ഒരു സീറ്റിന്റെ ആണെങ്കിൽ പോലും ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. അപ്പം അവിടെ BJPക്ക് വേരോട്ടം ഉണ്ട്. അങ്ങനെ വേരോട്ടമുള്ളിടത്ത് നിങ്ങൾ എന്തിനത് ഘടകകക്ഷി കൊടുത്തു ആ സീറ്റ്? രണ്ടാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞ റാന്നിയാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പം എപ്പോഴും വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ സജീവമായിട്ട് ഉന്നയിച്ചിരുന്ന BJP എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ റാന്നി മണ്ഡലം ഘടകകക്ഷിക്ക് കൊടുത്തു? പ്രധാനപ്പെട്ട ആരോപണം. ഞാൻ ചോദിക്കട്ടെ, തലസ്ഥാനം തിരുവനന്തപുരമല്ലേ? എന്തുകൊണ്ട് ലോക്സഭാ സീറ്റ് CPM മത്സരിക്കുന്നില്ല, CPI മത്സരിക്കുന്നു? അതിൻ്റെ ഉത്തരവുണ്ടോ? മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ? അത് കോalition ധർമ്മയാണ്. CPM വാങ്ങിച്ചു, എടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ NDAയിൽ 2020 ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കണം. BJPയുടെ ഭാഗത്ത് നിന്ന് അല്ല, തിരുവനന്തപുരത്ത് CPM ആരാണ് ശക്തമായി ഇവിടെ ഓർഗനൈസേഷൻ സ്ട്രെങ്ത്? CPM ആണോ CPI ആണോ? CPM ആണ്. പിന്നെ ഇതെല്ലാം പറയാൻ എനിക്കും പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം വിടുന്നു. ഒരു കോalitionൽ ഒരു പാർട്ടി 21 റാണിയിൽ ആരാ മത്സരിച്ച്? BDJS ആണല്ലോ, BJP അല്ലല്ലോ മത്സരിച്ച്. 21 ശബരിമല ഇഷ്യൂ. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ചോദിച്ചില്ല BDJSന്റെ ഡീലുണ്ടോന്ന്? എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇതിപ്പോൾ 2020 വന്നപ്പോൾ എങ്ങനെയെങ്കിലും 2020നെ മാർജിനലൈസ് ചെയ്യണം. 2020ക്ക് ശക്തിയില്ല, 2020 ഒരു മാർജിനൽ പാർട്ടിയാണെന്നൊരു ഒരു പ്രചരണം നടത്തണം. 2020 നല്ലൊരു സ്ട്രെങ്ത് ഉള്ള പാർട്ടിയാണ്, നല്ല കഴിവുള്ള പാർട്ടിയാണ്, നല്ലൊരു ക്ലിയർ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ്. സാബു ജേക്കബ് CPMനും കോൺഗ്രസിനെതിരെ ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ് 12 കൊല്ലം. അപ്പോൾ അതെല്ലാം അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ഞങ്ങൾ തീരുമാനിച്ചു. കോalition ധർമ്മേൻ പ്രകാരം അവർക്കൊരു സീറ്റ് കൊടുക്കുക. തൃപ്പൂണിത്തുറ ആവശ്യപ്പെട്ടു, അവർ കൊടുത്തു. റാണി അവിടെ പണ്ട് 21 അത് BDJS മത്സരിച്ച സീറ്റാണ്. ഇത്തവണ കോന്നിയിൽ BDJS മത്സരിക്കുന്നു, റാണിയിൽ 2020 മത്സരിക്കുന്നു. ഇത് കോalitionന്റെ ഭാഗമാണ്. ഓക്കെ, ഈ സാബു ജേക്കബ് ഇന്നിപ്പോൾ പറഞ്ഞത്
കേരളത്തിൽ ഒരു ഭരണമാറ്റം വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ആവുമെന്നുമാണ് അങ്ങനത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. അല്ല നോക്കൂ, ഭരണത്തിൽ വരാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതാണ്, അമിത്ഷാജി ആദ്യം മുതൽ പറഞ്ഞതാണ്, പ്രൈം മിനിസ്റ്റർ ആദ്യം മുതൽ, ഞങ്ങൾ ഒരു സീറ്റിനല്ല മത്സരിക്കുന്നത്, 140 സീറ്റിന് NDA ആയിട്ട് മത്സരിക്കുന്നത് ജയിക്കാനാണ്. കാരണം എന്താണ്? ഞങ്ങൾ പറയുന്നു മാറ്റം വരണം, മാറ്റം കൊണ്ടുവരണം. മാറ്റം എങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവരിക? ഭരണം പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു കൊല്ലം മുമ്പേ പാർട്ടി പ്രസിഡന്റ് ആയ ആ ദിവസം സംസ്ഥാന കൗൺസിൽ മുമ്പിൽ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ദൗത്യം മാറ്റമാണ്. ആ മാറ്റത്തിന് BJP ഭരണത്തിൽ വരണം, NDA ഭരണത്തിൽ വരണം. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോവുള്ളൂ എന്ന് അന്ന് പറഞ്ഞതാണ്. ഒരു കൊല്ലമായി. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പൊ കേരളത്തിൽ ഒരു മൂന്നാം ചേരി ഉണ്ട്. BJPക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ കേരളത്തിലുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ ഘടകകക്ഷിയാണല്ലോ 2020. അപ്പൊ 2020 ഒരു സ്ഥാനാർത്ഥി അത്ര ഒരു പരിചയമില്ലാത്ത ഒരാൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഇത്രയും നിർണായകമായതുകൊണ്ടൊന്ന് അല്ല, മനസ്സിലായി, പ്രശ്നം മനസ്സിലായി. പക്ഷേ ഞാൻ ഒരു റിപ്ലൈ എൻ്റെ, അങ്ങനെ ആരാണ് റെഡിമെയ്ഡ് കാൻഡിഡേറ്റ്? ഒരു പുതിയ പാർട്ടി, വളർന്നു വരുന്ന ഒരു പുതിയ പാർട്ടിക്ക് എവിടെന്നെങ്കിലും പോയിട്ട് ഒരു പുതിയ ഒരു റെഡിമെയ്ഡ് ഓഫ് ദ ഷെൽഫ് കാൻഡിഡേറ്റ് കിട്ടുമോ? ഒരു പുതിയ ആൾ വരുന്നു. ഞാൻ 18 കൊല്ലം മുമ്പേ 20 കൊല്ലം മുമ്പേ ഒരു പുതിയ രാഷ്ട്രീയക്കാരനായിരുന്നു. അങ്ങനെയല്ലേ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നത്. ഞാൻ 20 കൊല്ലമായി അല്ലെങ്കിൽ 40 കൊല്ലമായി ഒരു സഖാവാണ്, കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് ആ സന്ദേശം മൂവി പോലെ അതൊരു വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല. ഇന്ന് പുറത്തുനിന്ന് രാഷ്ട്രീയത്തിൽ കയറി വരുന്ന ആൾക്കാർ ഒരു എന്താ, ഞങ്ങൾക്ക് അതിനൊരു മാറ്റം കൊണ്ടുവരണം, ഞങ്ങൾക്ക് പ്രവർത്തിക്കണം, ആ ഒരു ഫീലിംഗ് കൊണ്ട് പുറത്തുനിന്ന് ഒരു ഓക്യുപ്പേഷൻ, നോൺ പൊളിറ്റിക്കൽ ഓക്യുപ്പേഷൻ വന്നാൽ ഒരു തെറ്റുമില്ല. അയ്യപ്പ സംഘവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിക്കെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പം അവിടേക്ക് ഈ 2020 പ്ലേസ് ചെയ്തിരിക്കുന്ന വളരെ ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പോലും അതിന്റെ പ്രതികരണം 2020യും CPM തമ്മിലൊരു ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് 2020 പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അത് മാസവൻ ജയിലിൽ പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞതാ, പബ്ലിക്കലി പറഞ്ഞതാ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി കൊച്ചിയിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഈ ശബരിമല കൊള്ളേൻ്റെ പിന്നിൽ ആരാണെങ്കിലും, ഏത് മന്ത്രിയാണെങ്കിലും BJP NDA അവരെ ജയിലിലയക്കും, അത് മോദീൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ വാസവൻ ജയിലിൽ പോവും എന്ന് എനിക്ക് ഒരു സംശയമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. പക്ഷേ പൊളിറ്റിക്കലി അവിടെ 2020 മത്സരിക്കുന്നു. 2020 സ്ഥാനാർത്ഥി വീക്ക് സ്ഥാനാർത്ഥിയാണെന്ന് VD സതീശൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. VD സതീശൻ ആര് പറഞ്ഞിട്ടാണ് VD സതീശൻ ഒരു സർട്ടിഫൈങ് അതോറിറ്റി അവിടെ വീക്ക് സ്ഥാനാർത്ഥിയാണ്? 20 കൊല്ലം പരവൂരിൽ കുത്തിയിരുന്നു ഒന്നും ചെയ്യാത്തൊരു MLA ആണോ ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ഇതല്ലോ. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വാഡ്ര ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഭയങ്കര മെച്യൂർ എക്സ്പീരിയൻസ് പോളിറ്റീഷ്യൻ ആയിരുന്നു. സോണിയാഗാന്ധി ഇവിടെ വന്ന് കുത്തിയിരുന്നപ്പോൾ എന്ത് എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് അമേഠിയിൽ മത്സരിച്ച്? ഇതെല്ലാം പറയാനൊക്കെ, പക്ഷേ ഈ പറയുമ്പോൾ ജനങ്ങൾ വിഡ്ഢിയാണെന്ന് വിചാരിക്കരുത്. കാരണം എന്നെക്കുറിച്ച് ഞാൻ എയർ ഡ്രോപ്ഡ് കാൻഡിഡേറ്റ് ആണെന്ന് ആര് പറയുന്നു? കോൺഗ്രസ് പാർട്ടി. പിന്നെ പ്രിയങ്ക ഗാന്ധി വാഡ്ര എന്താണ്? സ്പേസ് ഡ്രോപ്ഡോ? രാഹുൽ ഗാന്ധി വയനാട് വരുമ്പോൾ എന്താണ്? സോണിയാഗാന്ധി അമേഠിയിൽ പോകുമ്പോൾ എന്താണ്? പുറത്തത്തെ ആളാണ്. ഇപ്പം സോണിയാഗാന്ധി പിന്നെ ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കാര്യമല്ലേ? ഇതെല്ലാം എന്ത് ജനങ്ങൾ ഇത് വെറുതെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നോക്കൂ. എൻ്റെ അഭിപ്രായം, ഞാൻ വലിയൊരു വിദ്വാനൊന്നുമല്ല, സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. പോളിറ്റിക്സും രാഷ്ട്രീയവും ഇലക്ഷൻ 80% ചർച്ച നടക്കേണ്ടത് വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, അത് പരിഹരിക്കാൻ, ഇതാണ് നടക്കേണ്ടത്. അതെല്ലാം വിട്ട് ഓരോരോ വിവാദം ഉണ്ടാക്കുക, അതും മാനുഫാക്ചേർഡ് വിവാദം, ഒരു റിയാലിറ്റി ഇല്ല, ഡീല്. അപ്പം ഞാനല്ല പറയേണ്ടത് മഞ്ചേശ്വരത്തെ ഡീല് SDPM ആര് തമ്മിലാണ് ഡീല്? അത് ചോദിക്കേണ്ട ചോദ്യമല്ല അത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താ ആരും ചർച്ച ചെയ്യാത്തത്? അതൊരു ഡീല്, നടന്ന ഡീലല്ലേ? അത് ചർച്ച അവിടുത്തെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച ഘട്ടത്തിൽ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയതായിരുന്നു. അല്ല, അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ അല്ല, അതൊരു റിയൽ ഡീലല്ലേ അത്. ഇതെല്ലാം
പാലക്കാടിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ദുർബലമായ സ്ഥാനാർത്ഥിയാണ്. ആര് തീരുമാനിക്കുന്നു? കോൺഗ്രസ്സുകാർ. 2020 വിട്ടു. ഇനി ഞാൻ വിട്ടു. ഇനി ഞാൻ വരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നു, അതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി വന്നു. രണ്ടുപേരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ CPM ഈ ഡീല് തന്നെ അവർ അതിന്റെ തുടർച്ചയാണ്. കാരണം അവർ പറയുന്നത് പ്രധാനമന്ത്രി മോദി വരുന്ന സമയത്ത് ശബരിമലയെ കുറിച്ച് മിണ്ടുന്നില്ല. ഒപ്പം ഈ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നില്ല? അപ്പൊ ഇവിടെ ഒരു ഡീലുണ്ട്. കോൺഗ്രസ് ഇവിടെ ഭരണത്തിൽ വരുന്നത് BJP ഭയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. അല്ല, അങ്ങനെയാണെങ്കിൽ അവർക്കിപ്പോ പിണറായി വിജയനെ സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയന്റെ CPM-ന്റെ ഒപ്പം അവർ മത്സരിക്കുന്ന തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും? അത് ചോദിക്കണ്ടേ? അല്ല, ഇതെല്ലാം പിന്നെ നരേന്ദ്രമോദിജി ശബരിമലനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന്. അല്ല നരേന്ദ്രമോദിജിൻ്റെ എല്ലാ ഓഡിയോ ഫയലും ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അയക്കണോ? കൊച്ചിയിൽ എന്താണ് നരേന്ദ്രമോദിജി പറഞ്ഞത്? മോദീൻ്റെ ഗ്യാരണ്ടിയാണ് ഇവർ ജയിലിൽ പോവും. അത് കോൺഗ്രസ് ആണോ CPM ആണോ? അതിനേക്കാൾ എന്താണ് പറയേണ്ടത്? ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്. CBI ഇൻവെസ്റ്റിഗേഷൻ നടക്കും, ദേവസ്വം ബോർഡിന് റിപ്ലേസ് ചെയ്യും, മന്ത്രിമാരെ ജയിലിലയക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വാഗ്ദാനമാണത്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വായിക്കാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല, മനസ്സിലാവാനും പറ്റുന്നില്ല, പിന്നെ ഞാനിത് ചെയ്യാനാ? അത് കോൺഗ്രസ് പാർട്ടീൻ്റെ ഇഷ്യൂ അല്ലേ? അത് രാഹുൽ ഗാന്ധിനെ ബ്രീഫ് ചെയ്യുന്ന VD സതീശനോ KC വേണുഗോപാലോ അവർ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ല, രാഹുൽ ഗാന്ധി ഇങ്ങനെ വിഡിത്തരം പറയല്ലേ, നമ്മുടെ പ്രധാനമന്ത്രി 4 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണെന്ന് പറയണ്ടേ? പിന്നെ പ്രിയങ്ക ഗാന്ധി വാഡ്ര ഇവിടെ വന്ന് ഓരോന്ന് പറയുന്നത് നോക്കൂ. നാഷണൽ ഹെറൽഡിൽ ബെയിലിൽ പുറത്ത് വന്ന പേരാണ് രാഹുൽ ഗാന്ധിയും മറ്റ് അവരുടെ ഫാമിലിയും. അപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ജയിലിലില്ല? അത് ചോദിക്കേണ്ടത് CPM അല്ലേ ഞങ്ങളോട്? അപ്പോൾ കോൺഗ്രസും BJP-യും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണോ? ഇതെല്ലാം ലീഗൽ പ്രോസസ്സാണ്. പിണറായി വിജയനും CPM-ഉം BJP തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ചാൻസസ് ഞാൻ പറഞ്ഞുതരാം. മൊട്ട പൂജ്യം. കാരണം ഞാൻ പറഞ്ഞുതരാം. CPM ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ പേരെ വെട്ടിക്കൊന്ന പാർട്ടിയാണ്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഞാനൊരു വലിയ പ്രാഗ്മാറ്റിക് പൊളിറ്റീഷ്യൻ ആണെങ്കിലും അങ്ങനെ വിചാരിച്ചോളൂ, ഞാൻ വലിയൊരു മോഡേൺ പൊളിറ്റിക്സാണ്, ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എൻ്റെ പാർട്ടിക്കാർ എന്നെ തല്ലും ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്താൽ. സാധാരണ മാഷ് അവിടെ രാജ്യസഭയിൽ കാലും മുറിച്ച് അവിടെ സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? CPM-ൻ്റെ രാഷ്ട്രീയത്തിനെ എക്സ്പോസ് ചെയ്യാനാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളുടെ പോളിറ്റിക്സ് പ്രിൻസിപ്പൾ പോളിറ്റിക്സാണ്. കോൺഗ്രസ് പോലെ പോളിറ്റിക്സ് അല്ല. എന്തും ചെയ്യും, ആരുടെ ഒപ്പം രാഷ്ട്രീയം ചെയ്യും. CPM-ൻ്റെ ഒപ്പം ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം, മൂന്നാമത്തെ ദിവസം SDPI-ൻ്റെ ഒപ്പം, ആരുടെ ഒപ്പം രാഷ്ട്രീയം ചെയ്ത് പവർ പിടിക്കുന്ന ഒരു രീതി അത് കോൺഗ്രസ് പാർട്ടിയാണ്, ഞങ്ങളല്ല. അത് ഞങ്ങൾ ചെയ്യില്ല, ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യാൻ പോകുന്നുമില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഈ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പം ശബരിമല അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ ഒന്നും തൊടാതെ വികസനം മാത്രം സംസാരിക്കണം എന്ന് തീരുമാനിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? എന്താണ് ഞങ്ങൾ തൊടാത്തത്? എന്ത് ഇഷ്യൂ ആണ് ഞങ്ങൾ തൊടാത്തത്? പ്രധാനമായിട്ടും വികസനമാണല്ലോ BJP മുന്നോട്ട് വികസനം അല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണം വികസിത കേരളം. അത് ഞങ്ങളുടെ ജന്മാവകാശമാണെന്ന് ഞങ്ങൾ പറയുന്നു. നമുക്ക് വേണം വിശ്വാസ സംരക്ഷണം, നമുക്ക് വേണം സുരക്ഷിത കേരളം. 3 കാര്യങ്ങൾ പറയുന്നുണ്ടോ? കൃത്യമായി ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ നല്ല ബോൾഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ എഴുതി തരാം. എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ സംരക്ഷിക്കാനോ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ BJP NDA 100% വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ഞങ്ങൾ പറയുന്നു. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ശബരിമല എടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം പറയുന്നുണ്ടോ? ഇല്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഞാനൊരു വീട്ടിൽ കയറിയപ്പോൾ അമ്മ പറഞ്ഞു, ശബരിമല കൊള്ളക്കാരെ വിടരുത്. നോക്കൂ, ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന. പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആയ രമേശ് പിഷാരടി, അദ്ദേഹം BJP സ്വാധീനമുള്ള ഒരു സ്ഥലത്തെ വടക്കന്തറയിലേക്ക് പ്രചാരണം ചെന്നപ്പോൾ അവിടെ വനിതാ മോർച്ച പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞ സംഭവം ഉണ്ടായി. അത് ഞാൻ ഇന്ന് കണ്ടു, എന്നോട് പറഞ്ഞു അതൊന്നും ആവശ്യമില്ല. നോക്കൂ, ഇതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളാണ്. എനിക്കിപ്പോൾ
നിയമത്തിൽ എവിടെ പോയിട്ടും പ്രചരണം നടത്താൻ എനിക്കൊരു അവകാശമുണ്ട്. ഞാൻ കാൻഡിഡേറ്റ് ആണ്. കേരളത്തിൽ എവിടെയും പോയിട്ട് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അത് ഞാൻ ഡിഫെൻഡ് ചെയ്യും, ആരാണെങ്കിലും. പക്ഷേ 19(2) എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 19(2) എന്ന് ഒരു ക്ലോസ് ഉണ്ട്. ഡിഫെയിം ചെയ്യാൻ പാടില്ല, ഇൻസൈറ്റ് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ബാക്കി ആരാണെങ്കിലും അവരുടെ അവകാശങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ BJP ഉണ്ടാവും. ഇത് എന്തുകൊണ്ട് ചെയ്തു, എങ്ങനെ ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷെ അതിൻ്റെ ഡീറ്റെയിലും കോൺടെക്സ്റ്റൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് എല്ലാവരും പോയിട്ട് ക്യാൻവസ് ചെയ്യട്ടെ. ഞാൻ പോകുന്നുണ്ടല്ലോ മുസ്ലിം പള്ളി, ഞങ്ങളോട് പറയുന്നില്ലേ നിങ്ങൾ മുസ്ലിം വോട്ട് കിട്ടില്ല, ഞാൻ പോയല്ലോ മുസ്ലിം പള്ളിയിൽ പോയിട്ട് ഞാൻ ക്യാൻവസ് ചെയ്തല്ലോ. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും ഒരു ഫീലിംഗ് കിട്ടിയില്ലല്ലോ. ഈ ഗുരുവായൂരത്തെ സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പരാമർശം കുറച്ച് അതിര് കടന്നതായിരുന്നു. പക്ഷെ അന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം മക്കയിൽ മുസ്ലിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് അങ്ങ് തന്നെ അതിന് തിരുത്തുകയും ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു പ്രചാരണം ഈ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്തില്ല, ന്യായീകരിച്ചില്ല. കാരണം അത് കേസായി. അപ്പൊ ഞാൻ പറഞ്ഞു ആ കേസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് പോയി, അതൊരു ഹോളി പ്ലേസ് ആണ്, ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിയായിട്ട് എനിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് ഒരു വിശ്വാസിയെ എനിക്കൊരു വോട്ട് തരൂ എന്ന് ചോദിക്കാൻ അതിലൊരു ഹേർഡിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? അപ്പം ഞാനൊരു ഗുരുവായൂർ വിശ്വാസിയാണ്, ഞാൻ ഗുരുവായൂർ കുട്ടിക്കാലം മുതൽ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു ഗുരുവായൂർ വിശ്വാസിയാണ്, എന്നെ MLA ആക്കണം എന്ന് എനിക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷേ ഞാൻ ഹിന്ദുവാണ്, മറ്റേയാൾ മുസ്ലിമാണ്, അയാൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറയാൻ അവകാശമില്ല. ഈ FCRA വിഷയം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. നോക്കൂ, ഇതെല്ലാം പ്രചരണമാണ്. അവരുടെ സഭാ നേതൃത്വം അതിൽ ആശങ്ക അറിയിക്കുകയും സംസാരിച്ചല്ലോ, ഞാൻ എല്ലാവരോടും സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. ശരിക്കും ഈ വിഷയത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ സഭകൾക്ക്? ഇല്ല 100% അതിലൊന്നുമില്ല. ആശങ്ക ഉണ്ടാവാൻ ഒരു കാരണവുമില്ല. കാരണം FCRA അതൊരു ക്രിസ്ത്യൻസിന് മാത്രം വേണ്ടി ഒരു ആക്ട് ഒന്നുമല്ല. അത് മുസ്ലിംസിനും സെയിം റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉണ്ട്. ഹിന്ദു സംസ്ഥാനം, സിന്ധി, സിഖ് ആരാണെങ്കിലും ഇവർ എല്ലാവരും ഫോറിൻ ഡൊണേഷൻ കിട്ടുന്നതാണല്ലോ. ഗുരുദ്വാരയ്ക്കും കിട്ടും, അമ്പലത്തിനും കിട്ടും, മസ്ജിദിനും കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല ആ ബില്ല്. ആ ബില്ല് ചെയ്യുന്നത് FCRA വഴി മണി ലോണ്ടറിങ് അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് ഡൊണേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഭയങ്കര പ്യൂണിറ്റീവ് ആണ്. അതാണ് ആ ബില്ല് ചെയ്യുന്നത്. അത് 80% ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ തന്നെ എത്രയോ പേരോട് സംസാരിച്ചു. പക്ഷേ 20% അവർക്ക് അന്നും മിഞ്ഞാന്ന് രാത്രി ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞു, ആരെങ്കിലും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? 100%. ഇതിപ്പോൾ ഞാൻ ജോസ് കെ മാണി, ഇതെല്ലാം എന്തിനാണ്? ഇവരെല്ലാം യൂത്ത് ലീഡേഴ്സാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്തിനാണ് ഈ രാഷ്ട്രീയം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് ഓക്കെ, അത് അവർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരു വൾച്ചർ പോലെ അത് കയറി ഇറങ്ങി ചെയ്യും. പക്ഷെ ജോസ് കെ മാണിയിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. എനിവേ അതിൻ്റെ കാരണമാണ് 20-25% ആശങ്ക. അപ്പം ഞാൻ വിളിച്ചു അമിത്ഷാജിയോട് സംസാരിച്ചു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇത് നമ്മൾ എല്ലാവരും ആശങ്ക ക്ലിയർ ചെയ്തിട്ട് മാത്രം പാസ് ചെയ്താലായിരിക്കും ഗുണം. കാരണം അല്ലെങ്കിൽ വെറുതെ ഒരു വിവാദം ഉണ്ടാവും. ബില്ലിൻ്റെ മെയിൻ ഫോക്കസും ആ ശ്രദ്ധ ജനങ്ങൾ മനസ്സിലാക്കില്ല, ശ്രദ്ധ തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് പിന്നെ അത് മാറ്റിവെച്ചു. നേരത്തെ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ അത് LDF UDF ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പല മണ്ഡലങ്ങളിലും ത്രികോണപ്പോരുണ്ട്. ഇപ്പം മഞ്ചേശ്വരത്തൊക്കെ എന്ന് പറയുന്നത് നമ്മളിപ്പം കേരളത്തിലെ BJPയുടെ വളർച്ച ഒരു 2014 ഒരു മോദി തരംഗം വന്നതിന് ശേഷം കേരളത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു വേവ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മഞ്ചേശ്വരമൊക്കെ അതിനും എത്രയോ കാലം മുൻപ് തന്നെ BJPക്ക് ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. കാസർഗോഡും മഞ്ചേശ്വരവും ഒക്കെ മത്സരിക്കുമ്പോൾ എപ്പോഴും 2ാം സ്ഥാനത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടോ BJP? 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ സീറ്റെല്ലാം ഞങ്ങൾ ജയിക്കും. കാരണം ഈ ഇലക്ഷനിൽ നമ്മുടെ ട്രഡീഷണൽ വോട്ട് മാത്രമല്ല, അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വോട്ട് ആൻറ്റി ഇൻകംബൻസി വോട്ടും പഴയ ചില കോൺഗ്രസ് വോട്ടും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ ഏരിയയിൽ നല്ല സക്സസ് നോർത്തിൽ കിട്ടും. ഈ ഇലക്ഷനിൽ നമ്മുടെ ട്രഡീഷണൽ ട്രാവൻകോർ, സൗത്ത് കേരള,
കേരളം ഫോക്കസ്ഡ് ആയിരുന്നല്ലോ BJP-ന്റെ. കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നത് സെൻട്രലിലും നോർത്തിലാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെയും കിട്ടും, കുറേ സീറ്റ് കിട്ടും, പക്ഷെ നല്ല സീറ്റ് നല്ല സക്സസ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ BDJS-ന് 22 സീറ്റ് കൊടുത്തു, 2020-ക്ക് 19. പക്ഷേ ആ സമയത്ത് തന്നെ CK ജാനുവിന്റെ പാർട്ടി മുന്നണി വിടുകയും ചെയ്തു. അപ്പോൾ ഒരു NDA വിപുലീകരണം അത് കുറച്ചും കൂടി നേരത്തെ വേണമായിരുന്നു. അതിപ്പോൾ നോക്കുക, എല്ലാത്തിനും ഒരു ഇംഗ്ലീഷ് ഇതുണ്ടല്ലോ, ക്യാൻ ബി ഹാവ് ഡൺ ബെറ്റർ. NDAക്ക് ഒരു 2020 ഒരു 6 മാസം മുമ്പേ വന്നെങ്കിൽ ലോക്കൽ ബോഡിയിൽ നല്ല റിസൾട്ട് കിട്ടിയേന്, പോസിബിൾ. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പം ഇപ്പം സാധാരണ പൊളിറ്റീഷ്യൻസിനെ പോലെ അങ്ങിപ്പം സംസാരിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് അങ്ങ് പറയും എല്ലാ കാര്യങ്ങളും. വലുതായിട്ട് അങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടൊരു മറുപടി ആണ് അങ്ങ് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നാറേയില്ല. ഇപ്പം ഒരു കാര്യം ചോദിക്കുന്നു, ഓക്കെ, ഉള്ളിലുള്ള കാര്യം അങ്ങ് പറയുകയാണ്, അല്ലാതെ അതിലൊരു മറ്റൊരു വശമൊന്നും ആലോചിച്ച് പറയുന്നതല്ല. ഒരുപക്ഷെ ആ കൂട്ടത്തിൽ വന്നതായിരിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ നടത്തിയ ഒരു പരാമർശം. അത് പിന്നീട് അങ്ങേക്ക് അതിലൊരു മോശം അത് ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, അത് അദ്ദേഹം ചെയ്തൊരു ഭയങ്കര തെറ്റാ. രാജ്യത്തിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റർ വരുന്നു കൊച്ചിയിലേക്ക്, നാടിന് വേണ്ടി 4 പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് വരുന്നത്. അന്നാണോ ഈ വിവാദം പുറത്തു വെക്കേണ്ടത്? എന്നെ വിളിച്ചില്ല? അല്ല, ആരാണ് നിങ്ങൾ? ഒരു മന്ത്രിയല്ലേ, മുഖ്യമന്ത്രി പോകുന്നുണ്ടല്ലോ, 3 വേറെ മന്ത്രിമാർ പോകുന്നുണ്ടല്ലോ പരിപാടിക്ക്. അപ്പോൾ പ്രധാനമന്ത്രി വരുന്നു, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി 4 വലിയ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ആ ദിവസം രാവിലെയാണോ ഈ വിവാദം ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ഞാൻ ആരെതിരെ നെഗറ്റീവ് പറയുന്ന വ്യക്തിയല്ല ഞാൻ. പക്ഷേ എൻ്റെ പ്രധാനമന്ത്രി വരുന്ന ദിവസം നിങ്ങൾ ഒരു വിവാദം സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ ഞാൻ പറയും, തുടങ്ങിയത് നിങ്ങളാണ്, അത് ഫൈനലി ഫിനിഷ് ചെയ്യുന്നത് ഞാനാണ്. നിങ്ങൾ തുടങ്ങില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ തുടങ്ങിയ ഫിനിഷ് ചെയ്യും ഞാൻ. അതിൽ ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല, ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇത് വെറുതെ അന്ന് നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രം. അത് ചെയ്താൽ പിന്നെ ഞാൻ സൈലന്റ് ആയിട്ട് മൗനം പാലിക്കാനൊന്നും വ്യക്തിയൊന്നുമല്ല, അത് ചെയ്യില്ല. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം വിജയപ്രതീക്ഷ എത്രത്തോളാണ് നിയമത്തെ? അല്ല, ഞാൻ നോക്കുന്നത് നിയമം മാത്രമല്ല, എനിക്ക് കേരളത്തിനെ കുറിച്ച് ആലോചിക്കണം. നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, കഴിഞ്ഞു, ഈ ഒരു മാറ്റം വരണം, ഒരു വികസിത കേരളം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്കിപ്പോൾ ജോയിൻ ചെയ്തതിന് അങ്ങേക്ക് എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.